ടേബിളിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവച്ച പുസ്തകമാണ് നിങ്ങൾക്കും വിജയിക്കാം. ശിവ് ഖേര എഴുതിയ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ്, വലിയ ഹിറ്റായ പുസ്തകമാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പരാജയത്തെക്കുറിച്ചാണ്, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരാജയത്തെക്കുറിച്ച്. ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറിയോടുകൂടി വീണ്ടും വിജയക്കുതിപ്പിലേക്ക് അവർ എത്തുമെന്ന് തോന്നിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ജിടിയുമായുള്ള മത്സരത്തിൽ വീണ്ടും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് ചെന്നൈയുടെ പരാജയത്തിന്. അതിലേറ്റവും പ്രധാനം, ആദ്യ 72 പന്തുകളിൽ 50 പന്തുകളും ഡോട്ട് എന്ന് പറയുമ്പോൾ ആ ടീം ജയിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈയുടെ തുടക്കം വളരെ മന്ദഗതിയിലായിരുന്നു. ആദ്യം തന്നെ അവർക്ക് പാളുന്നു, സഞ്ജു സാംസൺ പെട്ടെന്ന് പുറത്താകുന്നു, അതിനുശേഷം ഉർവിൽ പട്ടേലും പെട്ടെന്ന് പുറത്താകുന്നു, ഇമ്പാക്റ്റായി ഇറക്കിയ സർഫറാസ് ഖാനും ആദ്യ പന്തിൽ 0-നായി മടങ്ങുന്നു. അതിനുശേഷം ഡെവാൾ ബ്രെവിസ്, അവരുടെ ബേബി എ ബി എന്നറിയപ്പെടുന്ന ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടുള്ള ഡെവാൾ ബ്രെവിസും പെട്ടെന്ന് തന്നെ ഔട്ടാകുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ 4 വിക്കറ്റുകൾ ചെന്നൈക്ക് നഷ്ടമാകുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഇമ്പാക്ട് സബായി എന്തിനാണ് സർഫറാസ് ഖാനെ ഇറക്കിയത് എന്നുള്ള ചോദ്യമാണ്. അതായത് ഓൾറെഡി അവർക്ക് മുകേഷിനെ ഇറക്കാമായിരുന്നു, ഒരു ബോളിംഗ് ഇമ്പാക്റ്റായി അദ്ദേഹത്തെ ഇറക്കാമായിരുന്നു. ഇനി സർഫറാസ് ഖാനെ ഇറക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ തുടക്കം തന്നെ പ്ലേയിങ് 11-ൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമായിരുന്നു. അപ്പോൾ സർഫറാസ് ഖാനെ ആദ്യ 2 ഓവറിൽ തന്നെ ഇമ്പാക്ട് സബായി ഇറക്കിയത് വഴി ഒരു ബോളിംഗ് ഓപ്ഷനാണ് ചെന്നൈക്ക് നഷ്ടപ്പെട്ടത്. തീർച്ചയായും അവരുടെ പരാജയത്തിൽ വലിയ കാരണങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. സർഫറാസ് ഖാൻ ഒട്ടും ഫോമിലായിരുന്നില്ല. അദ്ദേഹം നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പുറകിൽ ഒരു ഫോട്ടോ കാണാം, ചെന്നൈയുടെ നായകനായ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ചിത്രമാണ്. ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നത്തെ ഇന്നിങ്സ് അദ്ദേഹം എടുത്തു നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഇന്നിങ്സിനെ 2 തരത്തിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് 20 ഓവറുകളും ബാറ്റ് ചെയ്തുകൊണ്ട് ചെന്നൈക്ക് മാന്യമായ ഒരു സ്കോറിലേക്ക് എത്തിച്ച ഋതുരാജ് ഗെയ്ക്വാദ് എന്ന തരത്തിൽ അദ്ദേഹത്തെ ഒരു ഹീറോ ആയി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു വില്ലനായും ഈ മത്സരത്തിൽ അദ്ദേഹത്തെ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. ചെന്നൈ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് നമുക്കറിയാം, തുടക്കത്തിൽ വലിയ തകർച്ച അവർ നേരിട്ട സമയത്ത് അദ്ദേഹമാണ് ടീമിനെ മുന്നോട്ടേക്ക് നയിച്ചത്. ആ സമയത്ത് ഒരറ്റം കാത്തു എന്നതിനൊപ്പം തന്നെ ഒരുപാട് ഡോട്ടുകൾ ആ സമയത്ത് പിറന്നുകൊണ്ടേയിരുന്നു. തീർച്ചയായും ആദ്യത്തെ 35 പന്തുകൾ, അതിൽ 20 പന്തുകളും അദ്ദേഹം ഡോട്ട് ബോൾ ആയിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ കുറ്റം തന്നെയാണ്. ഏത് T20-യിൽ, ഒരു T20 മത്സരത്തിൽ അദ്ദേഹം നേരിട്ട 35 പന്തിൽ അദ്ദേഹം വെറും 20 റൺസ് മാത്രമേ ആദ്യം നേടിയിരുന്നുള്ളൂ എന്ന് നോക്കുമ്പോൾ, അതിൽ 20 ഡോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നോക്കുമ്പോൾ തീർച്ചയായും അത് ഏതൊരു ഘട്ടത്തിലും ഒരു T20 മത്സരത്തിൽ ആ ടീമിൻ്റെ വിജയത്തെ വലിയ രീതിയിൽ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ്.